ഹലോ എവരി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മലായ് കോഫ്തയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പേര് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെയാണ് നമ്മളൊന്ന് റെഡിയാക്കി കാണിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് എല്ലാ സാധനം വീട്ടിൽ തന്നെ കിട്ടും. ചപ്പാത്തി, പുൽക്ക, പരാഠയുടെ കൂടെ ആണെങ്കിൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ 3 തക്കാളിയും 2 സവാളയും കൂടെ ഞാനാണെങ്കിൽ വെള്ളത്തിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ട് വേവിച്ചെടുത്ത് ആ തണുത്തതിന് ശേഷം നമുക്കാണെങ്കിൽ സവാളയെല്ലാം നമ്മൾ എടുത്ത് വേവിച്ച് വെച്ചേക്കുന്നില്ല, അത് നമുക്ക് മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. 3 തക്കാളി എടുത്ത് വെച്ചേക്കുന്നത്, അതും അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അതും കൂടെ നമുക്കൊരു മിക്സി ജാറിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനാണെങ്കിൽ ഒരു ഹാൻഡ്ഫുൾ നിറച്ചും ഒരു 10-25 അണ്ടിപ്പരിപ്പ് കാഷ്യൂനട്ട് ഞാനാണെങ്കിൽ ഒരു അരമണിക്കൂറത്തേക്ക് ചൂട് വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. എപ്പോഴും കുതിർത്തി എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഗ്രേവിക്ക് നല്ലൊരു ക്രീമി ടേസ്റ്റ് വരും. അപ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യാവുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ നമുക്ക് ഷുഗറും ഇട്ട് പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് ഫൈൻ പ്യൂരി റെഡിയാക്കി എടുക്കാം. വെള്ളം തീരെ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ഇല്ലാതെ തന്നെ അടിച്ചെടുക്കണം. ഇനിയാണെങ്കിൽ ഞാൻ 250 ഗ്രാം 4 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയാൻ തണുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഗ്രേറ്റിനകത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം 150 ഗ്രാം ഞാൻ പനീർ എടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇതുപോലെ ഗ്രേറ്റിനകത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ എല്ലാ സാധനം ഗ്രേറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഫ്ത പൊട്ടാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ ഒരു 5-6 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. മക്കൾ കഴിക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോയും 1 ടേബിൾ സ്പൂൺ മേദയും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ജീരകം, 1/4 ടീസ്പൂൺ നമുക്കാണെങ്കിൽ അയമോദം ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്കാണെങ്കിൽ ചാട്ട് മസാല 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്മൂത്താക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ റെസ്റ്റോറൻറ്റിൽ കഴിക്കുമ്പോൾ ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് നമുക്കാണെങ്കിൽ അണ്ടിപ്പരിപ്പോ കാഷ്യൂനട്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടും കേട്ടോ. റേസൻസോ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കാം കേട്ടോ. ഞാനൊന്നും വെച്ചിട്ടില്ല, ഇങ്ങനെ തന്നെയാണ് ബോൾസ് റെഡിയാക്കി എടുത്തേക്കുന്നത്. ഇത് നമുക്കാണെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ വറുത്ത് പോയി നമുക്ക് മക്കൾക്ക് സ്നാക്സ് ആയിട്ടാണെങ്കിലും കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ കോഫ്ത റെഡിയായി വരുമ്പം. അപ്പോൾ അതേ കണ്ടോ, ചൂട് എണ്ണയിൽ നമുക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വറുത്ത് ഊരിയെടുക്കാം. ഇനി ഒരു കടായിലേക്ക് ആ എണ്ണയിൽ തന്നെ ഒരു വലിയൊരു ടേബിൾ സ്പൂൺ നിറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മസാലയും സോത്തെ ആയി കഴിയുമ്പം നമ്മൾ ഈ ഗ്രേവി റെഡിയാക്കി വെച്ചേക്കുന്നില്ല, തക്കാളി ഉള്ളിയൊക്കെ അടിച്ച് വെച്ചേക്കുന്നില്ല, അത് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മൊത്തം അതൊന്ന് ജാറിയുള്ള മൊത്തം ഗ്രേവി നമുക്ക് അകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ നമുക്ക് ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമുക്ക് ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്കിപ്പായി പോയതാ. പിന്നെ ആണെങ്കിൽ ഒരു ഹാൻഡ്ഫുൾ നിറച്ച് നമുക്ക് കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ആവശ്യത്തിന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണേ കുറവുണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കാണ് ഇതിനകത്ത് നമ്മുടെ വീട്ടിലത്തെ പാൽപ്പാടയില്ലേ, അത് നമുക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ഈ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഇതിൻ്റെ പകരം അത് ആഡ് കൊടുത്താൽ മതി. ഫ്രഷ് ക്രീം ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും കിട്ടത്തില്ലല്ലോ. അപ്പോൾ പിന്നെ മലായി പാൽപ്പാട ആകുമ്പോൾ നമുക്ക് എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് മലായി ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. നമുക്കാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഉപ്പൊക്കെ കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു തള വരുന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമുക്കത് മിൽക്ക് പൗഡറും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ മിൽക്ക് പൗഡർ ഇട്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ലൊരു ക്രീമി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല രസമായിരിക്കും കഴിക്കാൻ. അതിൻ്റെ ഗ്രേവിക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു തളയും കൂടെ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കാണ് ഇതിനകത്ത് നമ്മുടെ കോഫ്തയൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നത്, അതൊന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ നമുക്ക് പാത്രത്തിൽ നമ്മൾ കോഫ്ത വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഗ്രേവി ഒഴിച്ച് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമുക്കൊന്നും വേവിക്കാൻ എടുക്കാനൊന്നും ഇല്ലല്ലോ. അത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മലായ് കോഫ്ത. അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മലായ് കോഫ്ത റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് പറഞ്ഞ കൂട്ട് ചപ്പാത്തി, പുൽക്ക, പരാഠയുടെ കൂടെ ആണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയതാ. നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് എന്താ കാണേണ്ടത് താല്പര്യമെന്ന് വെച്ചാൽ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾക്ക് കണ്ടാൽ പറ്റും നമ്മുടെ കോഫ്ത എത്ര അടിപൊളി സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. നല്ല അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി അത്. ഇനി എന്തൊക്കെയാണ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.